ഹലോ വെൽക്കം ബാക്ക് ടു ഷാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരമൽ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, കുറച്ച് മിൽക്ക് പൗഡർ ഇത്രയും ചേർത്തതിന് ശേഷം നല്ലപോലെ അരിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പിലും കുറച്ച് കുറവായിട്ടാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുത്തത്. നിങ്ങൾ എടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര എടുക്കുക. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സായി വരുന്നവരെ മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോർ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിലൊന്ന് പതുക്കെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനത് 5 ഇഞ്ചിൻ്റെ ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓവന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയതിനു ശേഷം ഓവൻ ഓഫായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 30 മിനിറ്റിലേക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 170 ഡിഗ്രിയിൽ 30 മിനിറ്റ് നമുക്ക് ഈ ഒരു കേക്കൊന്ന് ബേക്കാക്കി എടുക്കുക. അപ്പോൾ 30 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇതാ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഓവനൊന്ന് തുറന്നതിന് ശേഷം ഒന്ന് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ. കേക്ക് ഇപ്പോൾ നല്ലപോലെ ബേക്കായിട്ടുണ്ട്. ഇനി കേക്കിലേക്ക് ആവശ്യമായിട്ട് നമുക്കൊരു ക്യാരമൽ സോസ് റെഡിയാക്കണം. അതിനായിട്ട് ഞാനൊരു ഫ്രൈങ് പാൻ, നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈങ് പാന് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പൊടിക്കാത്ത നോർമൽ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ, പഞ്ചസാര കരിഞ്ഞു പോവും. അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ മെൽറ്റാക്കി എടുക്കുക. അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബട്ടർ നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നാൽ അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം ചേർക്കുന്ന സമയത്ത് തണുത്ത വിപ്പിംഗ് ക്രീം ആയിരിക്കുമല്ലോ, അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവും. അത് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതുപോലെ നല്ല യോജിച്ച് വരും കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അതും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇനി അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ക്യാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇത് തണുക്കുന്നതിനനുസരിച്ച് കട്ടിയായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് വന്നോളും. ഇനി ഞാൻ കുറച്ച് ക്രീമിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് കുറച്ച് ക്രീമിലേക്ക് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് ലെയറായിട്ട് ഒരു പീസ് കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പിൽ നല്ലപോലെ വെറ്റാക്കി കൊടുക്കുക. ഇനി ലെയറിലായിട്ട് നമ്മൾ നേരത്തെ ക്യാരമൽ സോസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ക്രീം എല്ലായിടത്തും ആക്കി കൊടുത്തിട്ട് എഡ്ജസ് ഞാൻ ഇതുപോലെ ഒന്ന് പൊക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലെയറിലിടുന്ന ഫില്ലിങ് സൈഡിലൂടെ ഒലിച്ചിറങ്ങാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ലെയറിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതും എല്ലായിടത്തേക്കും ഒരേപോലെ സ്പ്രെഡാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നല്ലപോലെ ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലെയറിലായിട്ട് ക്യാരമൽ സോസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ക്യാരമൽ സോസ് തണുക്കുന്നതിനനുസരിച്ച് കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. ലാസ്റ്റ് ലെയർ കേക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഷുഗർ സിറപ്പിൽ നല്ലപോലെ വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഞാൻ ക്രം കോട്ടും ഫിനിഷിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട്. ഫിനിഷിങ് ചെയ്തെടുത്തത് നമ്മൾ നോർമൽ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല. ആ ഒരു സമയത്ത് എൻ്റെ ക്യാമറ ഓഫായി പോയി, അതുകൊണ്ടാണ് കേട്ടോ.
കേക്കിൻ്റെ മുകളിലായിട്ട് ഞാൻ 2 ഗോൾഡൻ കളർ ഫോക്സ് ബോൾസും ഒരു ഫ്ലവറും 2 ബട്ടർഫ്ലൈയും കുറച്ച് ഗോൾഡൻ ലീവ്സൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. കേക്കിൻ്റെ മുകളിലായിട്ട് നെയിമും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിലെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്